വെന്തെരിഞ്ഞ സ്വന്തം മകന്റെ മൃതദേഹം തിരിച്ചറിയാൻ പോകേണ്ടി വന്ന ഒരു പിതാവിന്റെ അവസ്ഥ. ഏതൊരു പിതാവും ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ നിമിഷം. പക്ഷേ പ്രദീപിന് ആ നിമിഷം അഭിമുഖീകരിക്കേണ്ടി വന്നു. സ്വന്തം മകൻ മുമ്പിൽ മരണപ്പെട്ട് കിടക്കുന്ന ആ നിമിഷം പ്രദീപിന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. അവസാന സെക്കൻഡുകൾ വരെയും ഇതെന്റെ മകനായിരിക്കരുതേ എന്ന് പ്രദീപ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വിധി പ്രദീപിന്റെ പ്രാർത്ഥനകളുടെയും സ്വപ്നങ്ങളുടെയും എല്ലാം ചിറകരിയുകയായിരുന്നു. മരണപ്പെട്ട ശ്രീഹരി ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബത്തിന് അത്താണിയാകേണ്ട ഒരു ചെറുപ്പക്കാരൻ, നാടിനും വീടിനും പ്രിയപ്പെട്ടവൻ. അപകട വിവരം ടിവിയിൽ അറിഞ്ഞ പാടെ പ്രദീപ് മകൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ശ്രീഹരി ജോലിയിൽ പ്രവേശിക്കുന്നത്. ശ്രീഹരിയുടെ പിതാവായ പ്രദീപ് വർഷങ്ങളായി കുവൈത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറായ ശ്രീഹരി അവിടെ ജോലി ലഭിക്കുന്നതുവരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. അപകടം നടന്ന സ്ഥലത്തെല്ലാം ശ്രീഹരിയെ പിതാവ് തിരക്കിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് നേരെ ആശുപത്രിയിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം മകൻ ഒരു പോറൽ പോലും സംഭവിക്കരുതേ എന്ന് മാത്രമായിരുന്നു പ്രദീപിന്റെ മനസ്സിൽ. ഒടുവിൽ ആശുപത്രിയിലെത്തിയതോടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളിൽ മകനുണ്ടോ എന്ന് തിരിച്ചറിയാനായി അധികൃതർ പ്രദീപിനെ വിളിച്ചു. നെഞ്ച് തകരുന്ന നിമിഷമായിരുന്നു അത്. അവിടെ ചെല്ലുമ്പോൾ അവന്റെ മുഖമാകെ വീർത്തും മൂക്കിന് ചുറ്റും കരി പിടിച്ച നിലയിലുമായിരുന്നു. എനിക്കവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാൻ അവരോട് പറഞ്ഞു അവന്റെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടെന്ന്. അങ്ങനെയാണ് അവനെ തിരിച്ചറിയുന്നത്. കണ്ണു നിറഞ്ഞുകൊണ്ട് പ്രദീപ് പറഞ്ഞ വാക്കുകളാണിത്. ഒടുവിൽ മകന്റെ മരണവാർത്ത വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞതും പ്രദീപ് തന്നെയാണ്. 49 പേർ മരണമടഞ്ഞ ആ വലിയ ദുരന്തത്തിൽ 24 മലയാളികളുടെ ജീവനാണ് പൊലിഞ്ഞത്. അമ്മയോടും സഹോദരങ്ങളോടും യാത്ര പറഞ്ഞ് അച്ഛന്റെ അരികിലേക്ക് പറക്കുമ്പോൾ ശ്രീഹരി ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഇത് തന്റെ അവസാന യാത്രയായിരിക്കുമെന്ന്. അപകടത്തിൽ മരണമടഞ്ഞ 24 മലയാളികളുടെയും ചേതനയറ്റ മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസുകളിലാണ് നാട്ടിലേക്ക് എത്തിച്ചത്. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം പ്രിയപ്പെട്ടവർക്കായി ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്.